രണ്ട് മുട്ട കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസിയാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ 2 മുട്ട എടുത്തിട്ട് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ഷുഗറെല്ലാം നല്ലപോലെ മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഷുഗറെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ റവയെല്ലാം നല്ലോണം കുതിർന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. റവ ആയതുകൊണ്ട് ചിലപ്പം കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ലൂസിൽ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ വെള്ളം നല്ലപോലെ ചൂടാക്കാം. എന്നിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ടൊന്നും ഒഴിക്കണമെന്നില്ല. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ വെക്കുന്ന പോലെ റൈസിൻസ് വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും തന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പം ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കിതിന്ന് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. നമുക്ക് വേഗം വേഗം അടർത്തി എടുക്കാൻ പറ്റും. ഇതാ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.